ഇനി ഇതൂടെ ബാക്കിയുണ്ട്. ഒരു ചെരുപ്പുകൊണ്ട് എനിക്ക് നഷ്ടമായത് എന്റെ പെറ്റമ്മയാണടാ. ഇനി ഇതൂടെ വച്ചോടാ പുല്ലേ. ആനങ്ങോട്ട് കിടക്കണം. കൂടെ ഉള്ളത് ഫ്രണ്ടാ. ഇപ്പൊ വിടാട്ടാ, ഇപ്പൊ വിടാ, ഇപ്പൊ വിടാ. ചുമ്മാ കോടീശ്വരനായ ഗോപാല മുതലാളിയുടെ മോളെ സ്വന്തമാക്കാൻ നീ എന്റെ അമ്മയെ കൊന്നു. എനിക്ക് വേണ്ട പുല്ല് അവളെ. സംഭവങ്ങളൊക്കെ എങ്ങനെയായ സ്ഥിതിക്ക് ഇനിയിപ്പൊ നാട്ടുകാരറിയുന്നതിന് മുമ്പ് അവരെ കല്യാണം അവിടെ നടത്തുക. ചെകുത്താനും കടലിനും നടുക്കാ ഞാനിപ്പോ. പ്രേമല്ല, ഇനിയിപ്പൊ അതിലപ്പുറമായാലും അവളെ തന്നെ വേണമെന്നുള്ള പിടിവാശിയിലാ മണിക്കൂട്ടൻ ഇരിക്കുന്നത്. ഇത്രയും വിശാല മനസ്കനായ ഒരു മരുമകനെ തനിക്ക് എവിടുന്ന് കിട്ടാനാണോ? ആ പിള്ളേര് വല്ല പുലിവാരും ഒപ്പിക്കുമെന്നാ എനിക്കിപ്പോ പേടി. അതിനും വഴിയുണ്ട്. നമുക്ക് വക്കീലിനെ ചെന്ന് കാണാം. അതുകൊണ്ട് എന്താ കാര്യം? കാര്യണ്ട്. ആ പിള്ളേരും വക്കീലും തമ്മിൽ ഇപ്പോ വലിയ അടുപ്പത്തിലാണ്. ആ അടുപ്പത്തിന്റെ വിടവിലൂടെ നമുക്ക് നമ്മുടെ കാര്യം അങ്ങോട്ട് നടത്താം. താൻ ശകുനിയാണ്, ശുനകനാണ്, തന്നെ സൂക്ഷിക്കണം എന്നൊക്കെ പലരും എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോ താൻ മാത്രമേ ആശ്രയമുള്ളൂ. എടോ, മാങ്ങിയുള്ള കൊമ്പത്തെ കല്ലെറിയാൻ ആളുണ്ടാവുള്ളൂ. വിശ്വസിച്ചവരെ ഞാൻ എന്നും സ്നേഹിച്ചിട്ടുണ്ട്. താൻ ധൈര്യമായിട്ടിരിക്കും. ചിലർ കൊതിക്കുന്നു, മറ്റ് ചിലർക്ക് വിധിക്കുന്നു. കാലത്തിന്റെ ഓരോ തമാശകളെ. നല്ലതുപോലെ ആലോചിച്ചിട്ട് തന്നെയാണോ ഇങ്ങനെ ഒരു തീരുമാനം? പഠിക്കാൻ മിടുക്കിയായ സ്ഥിതിക്ക് ആത്മാർത്ഥമായി ഗൈഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സന്ധ്യയെ സുന്ദരിയായ ഒരു ഡോക്ടറാക്കാം എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് വേണ്ട വക്കീലേ, പഠിച്ചത് കൊണ്ട് അവള് ചീത്തയായത്. മാത്രവുമല്ല, എത്രയും വേഗം മനുക്കുട്ടറുടെ കല്യാണം അങ്ങ് നടത്തിക്കണം. അതെന്റെ ഒരു വാശിയാണ്. കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്നൊരിടത്തിയാട്ടം വേണോ? വേണം. നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാതെ മാന്യമായിട്ട് ഇത് അങ്ങോട്ട് നടത്താൻ എത്ര കാശ് ചെലവാക്കാനും ഞാൻ ഇയാള് തയ്യാറാണ്. അല്ലടോ? അതേടോ. ഓക്കെ, സന്ധ്യയും മനു കൃഷ്ണയുമായുള്ള കല്യാണത്തിന് തീയതി നിശ്ചയിച്ചോളൂ. പ്രമാദമായ ഒരു കേസ് കൈകാര്യം ചെയ്യുന്ന ഡിറ്റക്റ്റീവിന്റെ ലാഘവത്തോടെ ഞാൻ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാം. പക്ഷേ ഞാൻ വില പറയും. ചിലതൊക്കെ പരിഹരിക്കാനും ഒതുക്കി തീർക്കാനും 50,000 rupees എനിക്ക് ക്യാഷായിട്ട് തരണം. 50,000 രൂപ 25,000 അഡ്വാൻസ്. ബാക്കി 25,000 രൂപ സന്ധ്യ എന്ന് വിവാഹത്തിന് സമ്മതം മൂളുന്നുവോ അപ്പൊ തന്നാ മതി. അവള് സമ്മതിക്കോ വക്കീലേ? സമ്മതിപ്പിക്കും. അതാണ് അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ MA LLB. ഒരഭിഭാഷകന്റെ തലച്ചോറ് അവില് തൂക്കുന്ന തൂക്കുകെട്ടികൊണ്ട് അളക്കരുത്. മനസ്സിലായോ? സന്ധ്യയെ ഒന്ന് പേഴ്സണലായിട്ട് കാണാനുള്ള അവസരം ഉണ്ടാക്കി തന്നാ മതി. ബാക്കി ഞാൻ